ഫാഷനബിൾ ആണോ? എങ്കിൽ ആ ഫാഷൻ നിങ്ങൾക്ക് കരിയർ ആക്കിക്കൂടെ? എന്നാൽ വേറെ എവിടെയും പോകണ്ട. സെൻട്രൽ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ചിത്ര വിമൻസ് അക്കാദമിയിൽ ജോയിൻ ചെയ്യൂ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഒറ്റപ്പാലം ടൗൺ യൂണിയന്റെ വാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഒറ്റപ്പാലം ടൗൺ യൂണിയന്റെ 34ാം വാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടന്നു. ഒറ്റപ്പാലം പെൻഷൻ ഭവനിൽ നടന്ന പരിപാടി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഒ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ നേതാക്കന്മാരായ ശ്രീ കെ കരുണാകരൻ, ശ്രീ കെ നായനാരൊക്കെ നമ്മുടെ പെൻഷൻകാരെ ഉപദേശിക്കേണ്ടായി. നിങ്ങൾക്ക് പെൻഷൻകാർക്കെല്ലാം ഒരേ ആവശ്യമാണ്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വ്യത്യസ്ത സംഘടനകളായിട്ട് നിൽക്കുന്നത്? ഒന്നിക്കല്ലേ നല്ലത്. ആ ഉപദേശം കൈക്കൊണ്ടുകൊണ്ടാണ് 1992 മെയ് മാസത്തിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എന്ന് പറയുന്ന നമ്മുടെ ഈ സംഘടന രൂപീകരിച്ചത്. ആ രൂപീകരിച്ച ശേഷം വളരെ വലിയ മാറ്റങ്ങളുണ്ടായി. 92 രൂപീകരിക്കുമ്പോൾ 1 ലക്ഷം അംഗങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ അംഗസംഖ്യ 3 ലക്ഷത്തോളമായി. മെമ്പർഷിപ്പ് നമ്മുടെ കേരളത്തിലെ പെൻഷൻകാരുടെ മഹാഭൂരിപക്ഷത്തെയും പ്രതിനിധീകരിക്കുന്ന നമ്മളാണ് ഏക അംഗീകൃത സംഘടന. അപ്പോൾ ആ സംഘടനയാണ് നമ്മൾ 34ാമത്തെ വാർഷികം കൊണ്ടാണ്. ഈ സംഘടനയുടെ പ്രത്യേകത നമുക്കെല്ലാം അറിയാം. ഇത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ജാതി മത ചിന്തകൾക്ക് അതീതമായി ജോലി ചെയ്യുമ്പോൾ ഏത് തസ്തിക വർക്ക് ചെയ്യും അതൊന്നും പരിഗണിക്കാതെ കേരളത്തിലുള്ള എല്ലാ പെൻഷൻകാർക്കും അവരുടെ ഫാമിലി പെൻഷൻകാർക്കും ചേരാവുന്ന സംഘടന. നാളുകളായി മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ വിതരണത്തിലെ ഗുരുതരമായ ബുദ്ധിമുട്ടുകൾ, രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട പെൻഷൻ വിതരണം എന്നിവയെക്കുറിച്ച് ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിപ്രായം ഉയർന്നു. യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ടി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് പി വാസുദേവനുണ്ണി, ബ്ലോക്ക് സെക്രട്ടറി MN നാരായണൻ നമ്പൂതിരി, യൂണിറ്റ് പ്രസിഡന്റ് AC അംബിക, യൂണിറ്റ് ട്രഷറർ TT ജോണി, U രാജഗോപാൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു.